ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാപ്പിയസ്റ്റ് മൈൻഡ് എന്ന IT ആൻഡ് ഡിജിറ്റൽ സൊല്യൂഷൻ കമ്പനിയുടെ അപ്കമിംഗ് IPO കുറിച്ചാണ് പരിശോധിക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആൻഡ് ഇൻസ്റ്റന്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ. IPO ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ കമ്പനിയുടെ ഫണ്ടമെന്റൽ, ബിസിനസ് മോഡൽ, അതോടൊപ്പം തന്നെ കമ്പനിയുടെ പ്രസന്റ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്നിവയെക്കുറിച്ചുള്ള ഡേറ്റകൾ പരിശോധിക്കാം. കമ്പനി ഒരു ബാംഗ്ലൂർ ബേസ്ഡ് IT സൊല്യൂഷൻ ആൻഡ് ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഓഫേഴ്സ് അല്ലെങ്കിൽ സർവീസ് സെക്ടർ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ബിസിനസ്, പ്രൊഡക്റ്റ് ഓഫ് എഞ്ചിനീയറിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, സെക്യൂരിറ്റി സർവീസ് എന്നീ സെക്ടറുകളിലാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. അതായത് കമ്പനി ഒരു IT കമ്പനി എന്നതിലുപരി കമ്പനി ഒരു ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി കൂടിയാണ്. ഇനി ഡിജിറ്റൽ സർവീസ് സെക്ടറിൽ കമ്പനി ഏതൊക്കെ കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഒന്ന് RPA അഥവാ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, SDN അഥവാ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗ്, ബിഗ് ഡാറ്റ ആൻഡ് അഡ്വാൻസ്ഡ് ഡാറ്റ അനാലിസിസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിലാണ് കമ്പനി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി കമ്പനിയുടെ ആക്റ്റീവ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കമ്പനിയുടെ ആക്റ്റീവ് കസ്റ്റമേഴ്സിൽ എഡ്യൂടെക്, ഹൈടെക്, റിറ്റെയിൽ, BFSI തുടങ്ങിയ ഡൈവേഴ്സ് ഇൻഡസ്ട്രികളാണ് കമ്പനിയുടെ ആക്റ്റീവ് കസ്റ്റമർ. ഇന്ത്യയിൽ ഏകദേശം 157ഓളം ആക്റ്റീവ് കസ്റ്റമറും വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഏകദേശം 350ഓളം ആക്റ്റീവ് കസ്റ്റമേഴ്സുമാണ് ഉള്ളത്. ഇനി കമ്പനിയുടെ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ 31 മാർച്ച് 2020 കമ്പനിക്ക് ഏകദേശം 2666 ഫുൾ വർക്കിംഗ് പേഴ്സണൽസും 2455 പാർട്ട് ടൈം വർക്കേഴ്സുമാണ് ഉള്ളത്. കൂടാതെ കമ്പനി അതിന്റെ പ്രോജക്ട് അച്ചീവിംഗ് കേപ്പബിലിറ്റി 87.9% ആക്കി മാറ്റിയിരുന്നു. ഇനി കമ്പനിയുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂവിന്റെ 96.9% ഡിജിറ്റൽ സർവീസിൽ നിന്നാണ് കിട്ടുന്നത്. ഡിജിറ്റൽ സർവീസിൽ നിന്നും ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജി. ഇനി കമ്പനിയുടെ സർവീസ് ഓഫറിംഗും അതിൽ നിന്നുള്ള റവന്യൂവിന്റെ പെർസെൻറ്റേജ് നോക്കാം. ഡിജിറ്റൽ സർവീസിൽ നിന്നും കമ്പനിക്ക് 40.9% റവന്യൂ ആണ് കിട്ടുന്നത്. സെക്യൂരിറ്റി സൊല്യൂഷനിൽ നിന്നും 10%, അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിന്നും 9.1%, ഇന്റർനെറ്റ് ഓഫ് തിങ്സിൽ നിന്നും 8.4%, SAS-ൽ നിന്നും 28.6%. അതായത് ടോട്ടൽ 97.2% ഓഫ് ഇൻകം കമ്പനിയുടെ കോർ ഓപ്പറേഷനിൽ നിന്നാണ് കമ്പനിക്ക് കിട്ടുന്നത്. ഇനി കമ്പനിയുടെ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് നോക്കുകയാണെങ്കിൽ കമ്പനി അതിന്റെ പ്രസൻസ് USA, ഇന്ത്യ, UK, മിഡിൽ ഈസ്റ്റ് എന്നീ രാജ്യങ്ങളിൽ കമ്പനിക്ക് അതിന്റെ പ്രസൻസ് ഉണ്ട്. കൂടാതെ കമ്പനിയുടെ പ്രൈമറി ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് USA, ഇന്ത്യ, UK എന്നീ രാജ്യങ്ങളിലാണ്. ഇനി കമ്പനിയുടെ ബാക്കപ്പിലേക്ക് വരാം. കമ്പനിയുടെ ബാക്കപ്പിലെ പേഴ്സണാലിറ്റികൾ നോക്കുകയാണെങ്കിൽ ഒന്ന് മിസ്റ്റർ അശോക് സൂത്തയാണ്. വളരെ ഫേമസ് ആയ ഒരു IT പ്രൊഫഷണൽ പ്ലസ് മാനേജ്മെന്റ് പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം വിപ്രോ, അതോടൊപ്പം തന്നെ മൈൻഡ്ട്രീ എന്നീ കമ്പനികളുടെ വൈസ് ചെയർമാനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി കമ്പനിയുടെ പ്രസന്റ് ഫിനാൻഷ്യൽ സ്ട്രെങ്തിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത് USA-യിൽ നിന്നാണ്. 77.5% റവന്യൂ ആണ് USA-യിൽ നിന്നും കിട്ടുന്നത്. ഇന്ത്യയിൽ നിന്നും 11.9%, UK-യിൽ നിന്നും 7.2%ആണ് കിട്ടുന്നത്. ബാക്കി കമ്പനി ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന രാജ്യങ്ങളായ മിഡിൽ ഈസ്റ്റ്, നെതർലൻഡ്, ഓസ്ട്രേലിയ എന്നീ എല്ലാ രാജ്യങ്ങളിൽ നിന്നും കൂടി 3.4% റവന്യൂ ആണ് കിട്ടുന്നത്. ഇനി കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ ബേസിൽ കമ്പനിയുടെ റവന്യൂവിലും പ്രോഫിറ്റിലും ഒരു ഇൻക്രീസ് ഉണ്ടായതായി കാണാവുന്നതാണ്. റവന്യൂ 2018 ഫിനാൻഷ്യൽ ഇയറിൽ 489.1 ബില്യൺ ആയിരുന്നു. 2019-ൽ അത് 601.8 ബില്യൺ ആയി. 2020-ൽ അത് 7.14 മില്യൺ ആയി. ഇനി നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിലും ഒരു ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാം. 2018-ൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് -22.4 മില്യൺ ആയിരുന്നു. 2019-ൽ 14.2 മില്യൺ ആയിരുന്നു. 2020 ആയപ്പോൾ അത് 71.7 മില്യൺ ആയി.
ഇനി കമ്പനിയുടെ IPOയിലേക്ക് വരാം. കമ്പനിയുടെ IPO വഴി കമ്പനി 702 കോടി രൂപയാണ് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. IPO തുടങ്ങുന്നത് 7 സെപ്റ്റംബറിലാണ്. IPOയുടെ പ്രൈസ് ബാൻഡായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 165 രൂപ മുതൽ 166 രൂപ വരെ പെർ ഷെയർ ആണ്. ഇനി IPOയിൽ 702 കോടിയിൽ 110 കോടി രൂപ സമാഹരിക്കുന്നത് ഫ്രഷ് ഇഷ്യൂ വഴിയും 592 കോടി രൂപ സമാഹരിക്കുന്നത് ഓഫർ ഓഫ് സെയിൽ വഴിയുമാണ്. ഫ്രഷ് ഇഷ്യൂ വഴി സമാഹരിക്കുന്ന പൈസ കമ്പനിയുടെ ലോങ് ടൈം വർക്കിംഗ് ക്യാപിറ്റലും അതോടൊപ്പം തന്നെ ജനറൽ കോർപ്പറേറ്റ് പർപ്പസിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി OFSന്റെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിക്ക് OFSൽ വഴി ഏകദേശം 592 കോടി രൂപയാണ് OFS വഴി കമ്പനി സമാഹരിക്കുന്നത്. ഇതിനു വേണ്ടി കമ്പനി 35 കോടി ഷെയറുകളാണ് പ്രൊമോട്ടേഴ്സിന് വിൽക്കുന്നത്. ഇതിൽ 8 കോടി ഷെയറുകൾ കമ്പനിയുടെ പ്രൊമോട്ടറായ അശോക് സൂതയും 27 കോടി ഷെയറുകൾ CMDB2 എന്ന JP മോർഗൻ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുമാണ് OFSൽ വയ്ക്കുന്നത്. IPOയിലെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് വരാം. IPO ഓപ്പൺ ആകുന്നത് 7th സെപ്റ്റംബർ 2020 ക്ലോസ് ആകുന്നത് 9th സെപ്റ്റംബർ 2020 IPOയുടെ പ്രൈസ് ബാൻഡ് 165 മുതൽ 166 രൂപ വരെയാണ്. ഓരോ ഷെയറിന്റെയും ഫേസ് വാല്യൂ 2 രൂപയാണ്. ഒരു ലോട്ടിൽ 90 ഷെയറുകൾ ഉണ്ടാവും. അതുകൊണ്ട് മിനിമം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ലോട്ടിന്റെ വില 90 ഗുണം 165 അതായത് 14,940 രൂപയാണ്. റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് 2 ലക്ഷം രൂപ വരെ ഈ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുവഴി ഏകദേശം 14 ലോട്ട് വരെ നമ്മൾക്ക് വാങ്ങാൻ കഴിയും. ഇനി IPO വഴി ലിസ്റ്റഡ് ആവുന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 1900 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനിക്ക്. IPO വഴി സമാഹരിക്കുന്നത് 702 കോടി രൂപയാണ്. IPO ലിസ്റ്റഡ് ചെയ്യുന്നത് NSEയിലുമുണ്ട് BSEയിലുമുണ്ട്. IPO വഴി ടോട്ടൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളുടെ എണ്ണം 4 കോടി 22 ലക്ഷമാണ്. ഇതിൽ 3 കോടി 56 ലക്ഷം ഷെയറുകൾ OFS അല്ലെങ്കിൽ ഓഫർ ഫോർ സെല്ലിംഗ് വഴിയും 66 ലക്ഷം ഷെയറുകൾ ഫ്രഷ് സെല്ലിംഗ് വഴിയുമാണ് നടത്തുന്നത്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലുള്ള ഷെയറുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 10 കോടി 78 ലക്ഷം ഷെയറുകളാണ് ഉള്ളത്. അതായത് ടോട്ടൽ കമ്പനിയുടെ 61% ഷെയറുകൾ പ്രൊമോട്ടറുടെ കൈകളിലാണ്. ഇനി റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് അലോട്ട് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡിംഗ് പെർസെൻറ്റേജ് 10% ആണ്. അതായത് കമ്പനിയിൽ ഒരു 10% ഷെയർ ഹോൾഡിംഗ് മാത്രമേ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിനുള്ളൂ. അതുകൊണ്ട് ഈ IPO വളരെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി IPO റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഡേറ്റ് നോക്കിയാൽ ഫൈനലൈസേഷൻ ഓഫ് അലോട്ട്മെന്റ് ഡേറ്റ് വന്നിരിക്കുന്നത് 14th സെപ്റ്റംബർ 2020 ഇനി IPOയ്ക്ക് നമ്മൾ അപേക്ഷിച്ച് IPO കിട്ടിയില്ലെങ്കിൽ അതിന്റെ റീഫണ്ട് ആയിട്ടുള്ള എമൗണ്ട് വരുന്നത് 15 സെപ്റ്റംബർ 2020 IPO കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ IPOയുടെ ഷെയറുകൾ ക്രെഡിറ്റ് ആവുന്നത് 15th സെപ്റ്റംബർ 2020 IPOയുടെ ലിസ്റ്റിംഗ് ഡേറ്റ് 17th സെപ്റ്റംബർ 2020 ഈ വീഡിയോയുടെ കൺക്ലൂഷൻ പാർട്ടായിട്ട് നമ്മൾ ഈ IPOയുടെ വാല്യൂഷനാണ് അസസ് ചെയ്യുന്നത്. വാല്യൂഷൻ അസസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനിയുടെ EPS നോക്കുകയാണെങ്കിൽ 5.36 ആണ്. ഇനി കമ്പനിയുടെ PE നോക്കുകയാണെങ്കിൽ 30.9 ആണ് കമ്പനിയുടെ PE റേഷ്യോ. IT സെക്ടറിലെ കമ്പനികളുടെ PE നോക്കുകയാണെങ്കിൽ 24 ആണ് ആവറേജ് PE. അത് വെച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ PE അല്പം കൂടുതലാണ്. അതായത് കമ്പനി ഒരു ഓവർ വാല്യൂറ്റഡ് റീജിയനിലായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി കമ്പനിയുടെ നെറ്റ് മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏകദേശം 1900 കോടിയാണ് കമ്പനിയുടെ നെറ്റ് മാർക്കറ്റ് ക്യാപ്പായിട്ട് വരുന്നത്. ഇനി ഈ കമ്പനിയുടെ ഒരു പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഗ്രോത്ത് ആണ് കമ്പനിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ ഫിനാൻഷ്യൽ ട്രെൻഡ് കണ്ടു കഴിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ കമ്പനി ഇന്ത്യൻ IT കമ്പനികളിൽ ഡിജിറ്റൽ സെക്ടറിൽ നിന്നും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന കമ്പനിയായി മാറിക്കഴിഞ്ഞു. അതായത് ഈ കമ്പനി ആപ്പിൾ എന്ന കമ്പനിക്കുള്ള ഏറ്റവും വലിയ കോമ്പറ്റീറ്ററായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു കമ്പനിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.